ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിഞ്ഞില്ല. തോൽവിയിൽ സമഗ്ര പരിശോധന നടത്തിയെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ചരിത്രത്തിലില്ലാത്ത തോൽവിയാണ് CPMന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. പാർട്ടിക്കേറ്റ തോൽവി ദയനീയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഏറ്റുപറച്ചിൽ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്ത നിലയാണ് ഉണ്ടായത്. നല്ല പരാജയമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ വീഴ്ചയും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകാത്തതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി നൽകേണ്ടുന്ന നിരവധി കാര്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ, അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന DA ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് പറയാം, കണ്ടെത്താം. ഞാനിതെല്ലാം ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് എന്നെല്ലാം പറയാമെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്നത്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പ്രതിഫലനവും ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈഴവ ക്രിസ്ത്യൻ വോട്ടുകളുടെ ചോർച്ചയും പാർട്ടിക്ക് ദോഷം ചെയ്തു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചെല്ലാം ഒരു രൂപരേഖ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയണം. അതിലേറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, വർഗപരമായിട്ട് തന്നെ മുൻഗണന നൽകുക എന്നുള്ള നിലപാടും സ്വീകരിക്കണം. ഇങ്ങനെ നീളുന്നു CPM സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലെയും വിലയിരുത്തൽ. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ നയം രൂപീകരിക്കുമെന്നും MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളും വരും ദിവസങ്ങളിൽ CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.